വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച പാർലമെന്റിന്റെ സംയുക്ത സമിതി കരട് റിപ്പോർട്ട് അംഗീകരിച്ചു. ബില്ലുമായി ബന്ധപ്പെട്ട 14 വ്യവസ്ഥകളിൽ കമ്മിറ്റി ഭേദഗതികൾ അംഗീകരിച്ചതായി 31-അംഗ പാനലിന്റെ ചെയർമാൻ ജഗ്ദാംബിക പാൽ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 6 മാസത്തിനിടെ ബില്ലിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം പറഞ്ഞു. आज की बैठक में मैं सभी अपने जेपीसी मेंबर्स को धन्यवाद देता हूं कि जिस तरह से इस ज्वाइंट पार्लियामेंट्री कमेटी ऑन वक्फ जो स्पीकर साहब ने हमें मैंडेट दिया था, उसमें वाकई सभी ने पिछले 6 महीने से लगातार बैठकों में साथ दिया. बैठकों में डिटेल डेलिब्रेशंस हुआ, डिस्कशंस हुआ और डिस्कशंस के बाद आज फाइनली आज जो जेपीसी की ड्राफ्ट रिपोर्ट थी और जेपीसी का जो क्लॉज बाई क्लॉज जो हम लोगों ने 27 तारीख को हमारे 14 क्लॉजेज में अमेंडमेंट्स हुए थे उसका രേഖകളുടെ ഡിജിറ്റൈസേഷൻ, കർശനമായ ഓഡിറ്റുകൾ, സുതാര്യത വർദ്ധിപ്പിക്കൽ, നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ സുപ്രധാന പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ബിൽ ലക്ഷ്യമിടുന്നു. രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റും നിയന്ത്രണവും പരിഷ്കരിക്കുക എന്നതും ലക്ഷ്യമാണ്. അതേസമയം പാനലിലെ പ്രതിപക്ഷാംഗങ്ങൾ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിനെ ചോദ്യം ചെയ്തു. റിപ്പോർട്ട് തിടുക്കത്തിൽ അംഗീകരിച്ചതായി DMK MP A രാജ പറഞ്ഞു.